ഹായ്, എസ്.എൽ ഡോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ഒരു ബന്ധം നശിപ്പിക്കുന്ന 5 തെറ്റുകൾ, നിശബ്ദമായ 5 തെറ്റുകൾ എന്നുള്ളതാണ്. അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നമ്മുടെ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവാൻ കാരണമാക്കാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതെന്നല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും വലിയ വലിയ കാരണങ്ങളാണ് ബന്ധങ്ങൾ ഇല്ലാണ്ടാക്കണം എന്നുള്ളത്. അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ അറിയാണ്ട് ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാം, ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അത് അപ്പം തന്നെ വിട്ടിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും വാക്കായിരിക്കാം, നമ്മൾ അവരെ ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു കാരണമായിരിക്കാം, നമ്മൾ അവരെക്കാൾ കൂടുതൽ മറ്റൊരാൾക്ക് പ്രയോറിറ്റി കൊടുത്തതായിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോലും ചിലപ്പോൾ അത് ശ്രദ്ധിച്ചു എന്ന് വരില്ല. പക്ഷേ ആ തെറ്റുകളാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. സോ അത്തരം തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. അതിനു വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ആ തെറ്റുകൾ എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതെന്തൊക്കെയാന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? ഒന്നും തുറന്നു പറയില്ല, പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാത്തിനും. ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവരെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മളെന്ന് ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. പക്ഷെ നമുക്ക് പറയാൻ ഭയങ്കര മടിയാണ്. അതായത് ഞാനിപ്പോൾ എന്നൊന്ന് ഹഗ് ചെയ്യുമെന്ന് ചോദിക്കുക, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരത് മോശമായിട്ട് എടുക്കുമോ, ഇനിയിപ്പോൾ അവർ എന്തെങ്കിലും ഒരു ടെൻഷനിൽ ഇരിക്കുകയാണെങ്കിലോ, ഞാൻ ചോദിച്ചാൽ ശരിയാവുമോ, എന്നെക്കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുമോ, ഈ ഒരു സംഭവം നമുക്ക് വരാറുണ്ട്. ഓഫ്കോഴ്സ് റിലേഷൻഷിപ്പിലുള്ള മിക്ക ആളുകൾക്കും ഇതുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഹഗ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ നമുക്ക് ചോദിക്കാൻ മടിയാണ്. അപ്പോൾ അവർക്കത് മനസ്സിലാവില്ല, തിരിച്ചും അവർ ഇതേ രീതിയിൽ ചിന്തിക്കും. അപ്പോൾ അവർ നമ്മളെ ഹഗ് ചെയ്തെന്ന് വരില്ല, നമ്മൾ അവരെയും ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ എന്താ ഉണ്ടാവുക? നമുക്കൊരു നിരാശ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചോദിക്കാനുള്ളൊരു മടി നമുക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ചോദിക്കില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം നമുക്ക് നിരാശ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഹഗ് ചെയ്യണം എന്നുള്ളത് ചോദിക്കണം എന്നല്ല കേട്ടോ. നോർമലായിട്ട് ഞാൻ പറഞ്ഞാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് അവരോട് ചോദിക്കുക. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കുറേ പ്രതീക്ഷകൾ നിങ്ങൾക്ക് ഉണ്ടാവും. തെറ്റല്ല, എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അത്തരം പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് അറിയണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ പറയേണ്ട അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവരുടെ കൂടെ കുറച്ചു നേരം സംസാരിക്കണം എന്നുള്ളത്. ഒരു ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, പക്ഷെ ഒരു 5 മിനിറ്റ് ഒന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളത് പറയാതിരുന്ന അവർക്ക് അറിയില്ല. സംസാരിക്കാതിരുന്ന കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? നിങ്ങൾ തമ്മിലുള്ള അകലം കൂടും, നിങ്ങൾക്ക് ഇഷ്ടമല്ലാണ്ടാവും, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു നിരാശ വരും, സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രയോറിറ്റി തരുന്നില്ല എന്നുള്ളത്. സോ അതൊരു പ്രോബ്ലം ആയിട്ട് മാറും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിനോട് താല്പര്യം പോവും, റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കും. ഇതാണ്ടാവുക. അപ്പോൾ ഒരു 5 മിനിറ്റിനോട് സംസാരിക്കും, തിരക്കാണെങ്കിലും അത് എന്തായാലും സംസാരിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ആൾ സംസാരിക്കും, സമയം കണ്ടെത്തി സംസാരിക്കും. അപ്പം അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. ചോദിക്കാണ്ട് അവർ അറിയുന്ന നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ നടക്കില്ല, മനുഷ്യനാണ്. സോ ചോദിക്കുക തന്നെ ചെയ്യാം. രണ്ടാമതൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചെറിയ മുറിവുകൾ നമ്മളിങ്ങനെ മറച്ചു വെക്കും എന്നുള്ളതാണ്. ഉദ്ദേശിക്കണമെന്നല്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള കാര്യം. നമ്മുടെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടെന്ന് വെച്ചോ, നമ്മൾ തന്നെ വിചാരിക്കും, ഓ ഇത് ചെറിയ കാര്യമല്ലേ, വേണ്ട, ചോദിക്കാൻ നിൽക്കണ്ട, പറയാൻ നിൽക്കണ്ടെന്ന്. ചെറുതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വെക്കുന്ന കാര്യം ഉണ്ടല്ലോ, കാലക്രമേണ വലുതായിട്ട് മാറും. പിന്നെ അത് വലിയൊരു അകൽച്ചയായിട്ട് മാറുന്നുള്ളതാണ്. അപ്പോൾ ഉദ്ദേശിക്കണ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക, മടിക്കണ്ട എന്നുള്ളതാണ്. നമ്മൾ ചോദിക്കാതിരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എത്രത്തോളമാണ് എന്നുള്ളത് ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് അറിയണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് ചോദിക്കണം, ഓപ്പണായി സംസാരിക്കണം. അതിനുള്ളൊരു ഫ്രീഡം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന വേണം. അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വഷളാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബന്ധം പോവില്ല എന്നുള്ളതാണ്. നിങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവും, നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് വിചാരിക്കാം. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ്, എന്നേക്കുമായിട്ട് അവരങ്ങനെ വിചാരിക്കില്ല. സോ അതുകൊണ്ട് ചോദിക്കാതിരിക്കരുത്. കുഞ്ഞു കാര്യമാണെങ്കിലും അത് ചോദിക്കുക. ചോദിച്ച് നിങ്ങൾ സമാധാനം ആവുക, മീൻസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നൊരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ അതിൽ കൺവിൻസ് ആയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും സംശയങ്ങൾ അതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചേ പറ്റുള്ളൂ. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, വീണ്ടും വീണ്ടും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നമാവാം എന്നുള്ളത്. സോ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ചോദിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ? അപ്രിസിയേഷൻ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. അതായത് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ താങ്ക് യു പറയുക, അതുപോലെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി പറയാം. ഇത് നമ്മൾ പലപ്പോഴും ചെയ്യാത്തൊരു കാര്യമാണ്, പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ ആരും അത് മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൽ പോകുന്ന സമയത്ത്, അതിൽ സ്റ്റാർട്ടിങ് ടൈമിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര ക്യൂരിയോസിറ്റി ആവും അവരെക്കുറിച്ച് അറിയാനായിട്ട്. ആ ഒരു സ്നേഹമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അഡിക്റ്റ് ആയി പോകും. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് അങ്ങോട്ട് സ്ഥിരമാവും.
ഇതൊക്കെ ഉള്ളതല്ലേ എന്നുള്ളൊരു സംഭവം. ആ ഒരു ഫീൽ ഉണ്ടല്ലോ നമുക്ക് അവരുടെ എല്ലാ കാര്യങ്ങളിലും തോന്നുന്നുള്ളതാ. അതായത് അവരെന്ത് ചെയ്തു തരുമ്പോഴും നമുക്ക് ഓക്കെ അത്രേ ഉള്ളൂ, നമുക്കതിലൊരു പുതുമ ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനൊരു വാല്യൂ കൊടുക്കില്ല എന്നുള്ളതാ. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അവർ നമുക്ക് എന്ത് ചെയ്തു തരുന്നുണ്ടെങ്കിലും അത് നമുക്ക് അവർ തരുന്ന വാല്യൂ ആണ്, അത് നമ്മൾ മനസ്സിലാക്കണം. തിരിച്ചും നമ്മളത് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയാറുണ്ടല്ലോ റെസ്പെക്ട് കൊടുത്താലേ കിട്ടുള്ളൂ എന്നുള്ളത്. വാല്യൂ കൊടുത്താലേ നമുക്കത് കിട്ടുള്ളൂ. നിങ്ങൾ അങ്ങോട്ടൊരു അപ്രിസിയേഷൻ കൊടുത്താലേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരും കാണുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളത് ചെയ്തേ പറ്റൂ. നിങ്ങളൊന്ന് ആലോചിക്കാം, അവരൊന്ന് അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ടെങ്കിൽ അത് ആരെ കാണിക്കാനാണ്? നിങ്ങളെ മാത്രം കാണിക്കാനാണ്. നിങ്ങളുള്ള സമയത്ത് അവർ നന്നായി അണിഞ്ഞൊരുങ്ങി വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ അവരെ നോക്കണം എന്നൊരു ചിന്ത അവർക്കുണ്ടാവും. അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും ഉണ്ടാവും. അപ്പൊ അവരുടെ ഏറ്റവും നല്ല രീതിയിൽ, അതായത് അവരുടെ ഏറ്റവും നല്ല ഭാഗം, എത്ര ഭംഗിയിൽ വരാൻ പറ്റുമോ അത്രയും ഭംഗിയിൽ അവർ വരാൻ നോക്കുന്നുള്ളതാണ്. അത് നിങ്ങളെ കാണിക്കാനല്ലേ. അപ്പൊ നിങ്ങൾ കണ്ടില്ല എന്നടിച്ച് എങ്ങനെ ശരിയാവുക? അവർക്ക് വിഷമം ഉണ്ടാവും. കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക, സോറി പറയേണ്ട സമയത്ത് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം, ഒരുമിച്ച് സമയം ചെലവഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. മിക്ക ആളുകളും ചെയ്യുന്നൊരു തെറ്റാണ്. ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ, ഒരേ വീട്ടിലുള്ള ആളുകളാണെങ്കിൽ അത് കൂടുതൽ സാധ്യതയുള്ളത് ഭാര്യ ഭർത്താക്കന്മാരാണ്. ഒരുമിച്ചിരിക്കില്ല. ഇപ്പോൾ ഒരാൾ അടുക്കളയിലാവും, ഒരാൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഫോൺ നോക്കുന്നുണ്ടാവും. ഇതുണ്ടാവുക. ഫുഡ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരുമിച്ചിരിക്കണ്ടാവും, ഫോണിലാവും. അപ്പോൾ അതൊരു കാര്യമില്ല. ക്വാളിറ്റി ടൈമിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ക്വാണ്ടിറ്റി ടൈമിൽ കാര്യമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെ ഉണ്ടായിട്ടും സംസാരിക്കണില്ല എന്നുണ്ടെങ്കിൽ അതിലെന്താ കാര്യമുള്ളത്? കുറച്ച് സമയമുള്ളെങ്കിലും ആ സമയം നമ്മളെപ്പോഴും അതിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കാണുന്ന ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ കുറച്ച് റെയർ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഡെയിലി ഫുൾ ടൈം ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഒരു കാണുന്ന സമയം നിങ്ങൾ മെമ്മറബിൾ ആക്കുക എന്നുള്ളതാണ്. അത് നമ്മളെ കൊണ്ട് മാത്രം കഴിയാവുന്ന കാര്യമാണ്. നമ്മളത് ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യമില്ല. സോ ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവരെ ശ്രദ്ധിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, അവർക്ക് വേണ്ടത് പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് മതി അവർക്ക് ആ ഒരു വീട്ടിൽ പോയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ. അന്നത്തെ ദിവസം അവർക്ക് ഭയങ്കര എന്താ പറയാ സ്പെഷ്യൽ ഡേ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ക്വാളിറ്റി ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരുമിച്ചിരിക്കുമ്പോൾ ആ സമയം വാല്യൂ ഉള്ളതാക്കി മാറ്റുക. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ കണ്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യും. സോ റിലേഷൻഷിപ്പിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് പോകുന്നുള്ളതാ. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഏറ്റവും ലാസ്റ്റത്തെ കാര്യം എന്താണെന്നറിയോ? ഈഗോ കാരണം നമ്മൾ ഒരു മുൻകൈ എടുക്കാൻ മടിക്കുക എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സംഭവം. അവനാദ്യം വരട്ടെ, അവളാദ്യം വരട്ടെ, ഈ സംഭവം നമുക്ക് എപ്പോഴും മൈൻഡിൽ വരും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണതാ, നമുക്ക് വേറെ എന്തെങ്കിലും ഈഗോ വെക്കാം. ഫ്രണ്ട്സ് ആണോ കുഴപ്പമില്ല, ഈഗോ വെച്ചോളൂ. പക്ഷെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഈഗോ വരില്ല അല്ലേ, അത് വേറൊരു കാര്യമാണ്. ഫ്രണ്ട്സ് അല്ലേ, അപ്പോൾ പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അപ്പോഴാണ്ട് വിട്ട് കളയും. പക്ഷെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഈഗോ പാടില്ല, പക്ഷെ അവിടെ ഈഗോ വരുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അതാ. തെറ്റി കഴിഞ്ഞാൽ മിണ്ടാൻ ഭയങ്കര പാടാണ്. അവൾ വന്ന് സോറി പറയട്ടെ, അവൻ വന്ന് സോറി പറയട്ടെ, അവൻ ആദ്യം മിണ്ടട്ടെ, ഈ ഒരു സംഭവം നമുക്ക് വരും. പക്ഷെ അങ്ങനെ വേണ്ട. നമ്മുടെ ബന്ധം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരാൾ തോറ്റു കൊടുത്തേ പറ്റൂ. എപ്പോഴും ഒരാൾ തന്നെ ചെയ്യണം എന്നുള്ളതല്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളത് സോറി പറയാ, പറ്റുന്നുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈഗോ കാരണം അത് റിലേഷൻഷിപ്പിനോട് മീൻസ് ഒരു നീതി പുലർത്താതിരിക്കുക, സത്യസന്ധമാവാതിരിക്കുക, വേണമെങ്കിൽ മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ ഇരിക്കുക, അതൊക്കെ നിങ്ങളുടെ ബന്ധം ഇല്ലാണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ഇന്ന് ശ്രദ്ധിക്കുക. ഈഗോ വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളിതൊന്നും നമ്മൾ അറിഞ്ഞോണ്ട് ചെയ്യണാവില്ല കേട്ടോ. ഈഗോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യനല്ലേ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ കാര്യമാണ്. പക്ഷെ അത് പുറത്ത് വരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സമയത്താണെന്ന് മാത്രം. റിലേഷൻഷിപ്പില് ഈഗോന്റെ ആവശ്യമില്ല. ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിലും. പക്ഷെ അവിടെ നമുക്കത് വരുള്ളൂ, അതാ പ്രശ്നം. അപ്പൊ അത് അത് ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്തിട്ടില്ലാത്ത എന്നാൽ നിശബ്ദമായിട്ടുള്ള 5 തെറ്റുകൾ എന്ന് പറയുന്നത്. ഇതെന്നും എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കാരണം ബന്ധം ഇല്ലാണ്ടാക്കാൻ ഇത് സാധ്യത ഉണ്ട് ഈ കാര്യങ്ങൾക്ക്. അതുകൊണ്ട് മൈൻഡിൽ വെക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടാവട്ടെ. തീരെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കില്ല കേട്ടോ. ഞാൻ വീണ്ടും പറഞ്ഞു തരികയാണ്, എല്ലാ ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കാണുന്നവരെന്നല്ല, എല്ലാ റിലേഷൻഷിപ്പിലും പ്രശ്നങ്ങളുണ്ട്. 2 വ്യത്യസ്തമായ വ്യക്തികളാണ് നിങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസവും, ഇഷ്ടാനിഷ്ടങ്ങൾ വ്യത്യാസവും. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷെ അത് നിങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയാൽ മതി. അതല്ലാതെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഇവിടെ തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒന്നിന്റെ അവസാനമായിട്ട് അതിനെ കാണരുത് എന്നുള്ളതാണ്. നിങ്ങളെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ, പറ്റണില്ല പക്ഷെ എനിക്ക് ഈ ബന്ധം വേണം, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ കൂടെ ഉണ്ട്. പ്രോബ്ലം എന്താണെങ്കിലും ഞങ്ങളത് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ എന്തായാലും
ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്